26,150 ഒരു സ്ട്രൈക്ക് പി ഇയിൽ ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. 69 രൂപയ്ക്ക് നമുക്ക് കിട്ടിയാൽ നല്ലതാണ്. 225 ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ എൻട്രി ചെയ്യണത്. ഈ ലിമിറ്റ് ഓർഡറിൽ കയറാൻ കാരണം ഗ്യാപ്പ് ഡൗൺ സ്ട്രാറ്റജി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്ന് പറയും. കണ്ടിന്യൂവേഷനാണ്. അപ്പം ഇന്ന് രാവിലെ മാർക്കറ്റ് നിഫ്റ്റി ഫ്യൂച്ചറും സ്പോട്ടും ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയും തിരിച്ച് ഇന്നലത്തെ റേഞ്ചിൽ കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആദ്യത്തെ 15 മിനിറ്റിൽ. പക്ഷേ ആദ്യത്തെ 15 മിനിറ്റിൽ റിജക്ഷനാണ് കണ്ടത്. റിജക്ഷനായി പ്രീവിയസ് ഡേ ലോയിൻ്റെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ, ഇതൊക്കെ മൊബൈലിലാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ, ഒരു 15,000 രൂപയുടെ മൊബൈലിലാണ് ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. സോ അതുകൊണ്ട് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അപ്പോഴപ്പോഴായിട്ട് വരികയാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, സോറി ചോദിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ട്രിഗർ ആകുമോ എന്നുള്ളത് നോക്കാം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ പോയി നോക്കാം. നമുക്ക് എന്താണ് നമുക്കിവിടെ ട്രിഗർ ആവുമോ, കിട്ടുമോ, 69 രൂപയ്ക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഡേ ഓപ്പൺ, ഇന്നത്തെ ഡേ ഓപ്പൺ ബ്രേക്ക് ചെയ്താൽ ഒരു 100 പോയിൻ്റ് താഴോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഓഫ് ചാൻസസ് കൂടുതലാണ് നിഫ്റ്റി ഫ്യൂച്ചറും നിഫ്റ്റി സ്പോട്ടും. അത് നമുക്ക് നോക്കാം, കിട്ടുമോ കിട്ടൂല എന്നുള്ളത് കാത്തിരിക്കാം. നമുക്ക് ട്രിഗർ ആകുമെന്ന് നോക്കാം. 69 രൂപയ്ക്ക് യെസ്, ട്രിഗറായി അടിപൊളിയാണ്. 69 രൂപയ്ക്ക് നമുക്ക് 225 ക്വാണ്ടിറ്റി ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എസ് എൽ പ്ലേസ് ചെയ്യുകയാണ് ഒരു 16 പോയിൻറ്റിൻ്റെ 53 രൂപയ്ക്ക് നമ്മളിവിടെ എസ് എൽ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രേഡർ ഓപ്ഷൻ ട്രേഡർ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുശി. സോ ഇത് എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയതിന് ശേഷം ഒരു റെഡി പോയതിനു ശേഷം ഒരു ഗ്രീനിൽ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ 1:1, അതായത് നമുക്ക് 69 രൂപയിൽ ട്രിഗറായി 85 രൂപയ്ക്ക് നമുക്ക് എക്സിറ്റ് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. 1:1 ആണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് വെറും 16 പോയിൻറ്റിൻ്റെ എസ് എൽ ആണ്. 16 പോയിൻറ്റിൻ്റെ ടാർഗറ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഉഗ്രൻ അടിപൊളിയായിട്ട് നിഫ്റ്റി ഫ്യൂച്ചർ ഡേ ഓപ്പൺ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഡേ ഓപ്പൺ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും താഴോട്ട് നല്ലൊരു റെഡ് ക്യാൻഡിൽ 15 മിനിറ്റിന് താഴോട്ട് വരുന്നുണ്ട്. സ്പോട്ട് ചെക്ക് ചെയ്യാം. സ്പോട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണ്. സ്പോട്ടും അടിപൊളി ഉഗ്രൻ, രണ്ടും ഒരേപോലെ സഞ്ചരിക്കുകയാണ്. സ്പോട്ടും ഇവിടെ നമുക്ക് ഡേ ഓപ്പൺ എടുത്ത് കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 1:1, 69 രൂപ നമ്മളിവിടെ കയറി നമുക്ക് 85 രൂപ കിട്ടിയാൽ, അതായത് 16 പോയിൻറ്റിൻ്റെ എസ് എൽ, 16 പോയിൻറ്റിൻ്റെ റിവാർഡ്. സോ 1:1 റിസ്ക് റിവാർഡ് വെച്ചുകൊണ്ടുള്ള കളിയാണ്. 225 ക്വാണ്ടിറ്റി നമ്മളിവിടെ കയറാൻ കാരണം ഗ്യാപ്പ് ഡൗൺ സ്ട്രാറ്റജി എന്ന് പറയും. ഗ്യാപ്പ് ഡൗൺ സ്ട്രാറ്റജി എല്ലാവർക്കും അറിയാം. പക്ഷേ അത് 80% എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ സ്ട്രാറ്റജി ഫെയിലിയർ ആകും. അപ്പോൾ റിവേഴ്സൽ, ഇന്നലെ എടുത്തത് റിവേഴ്സലായിരുന്നു. ഇന്നെടുത്തത് താഴോട്ടുള്ള ആ ലെവലിൽ തന്നെ പി ഇ തന്നെയാണ്. ഇത് കയറാൻ കാരണം നമ്മൾ 60 രൂപ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു. പോയിൻ്റ് ഓഫ് കൺട്രോൾ 60 രൂപയാണെന്ന് രാവിലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. അതിന് മുകളിൽ നമുക്ക് കിട്ടിയുണ്ട് 69 രൂപ. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ഓർഡർ 225 ക്വാണ്ടിറ്റി വെച്ചത്. സോ ഇത് ഇങ്ങനത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സെറ്റപ്പ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒറ്റ റൂൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രിയും എക്സിറ്റുമാണ്. ഒറ്റ റൂള്. പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്താണെന്നുള്ള രാവിലത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നത്. നമ്മളിപ്പം എസ് എൽ റിമൂവ് ചെയ്ത് വയ്ക്കുകയാണ്. 85 രൂപയിൽ എപ്പോൾ കിട്ടിയാലും നമ്മൾ ഇറങ്ങും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്ക്വയർ ഓഫ് ചെയ്യുകയാണ്. സ്ക്വയർ ഓഫ് ചെയ്ത് 85 രൂപ കറക്റ്റ്, എക്സാക്റ്റ്. ഉഗ്രൻ 85, ഉഗ്രൻ. സോ നമ്മൾ 69 കയറി 85 രൂപയിൽ നമ്മളിവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കറക്റ്റ് കണ്ണിങ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ട്രേഡിംഗ് കരിയറിൽ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഇതുകൊണ്ട് പഠിച്ചെന്നുണ്ടെങ്കിൽ, ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഇത് സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഇറങ്ങാൻ കാരണം നമ്മുടെ ഒരു ലെവൽ അവിടെ ഒരു 26,250 എന്നൊരു ലെവൽ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എക്സിറ്റ് ആയതും. പ്ലസ് 1:1 മതി. 1:1 നമ്മൾ എക്സിറ്റ് ആയതും അതുകൊണ്ട് തന്നെയാണ്. കൂടുതൽ ഹോൾഡ് ചെയ്ത് ടെൻഷൻ ആക്കാതെ നമ്മൾ ഈസി എൻട്രി, ഈസി എക്സിറ്റ്. സോ വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നാളെ രാവിലെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോളും കാര്യങ്ങളും പറയുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളും ഒരു സ്ട്രാറ്റജി റെഡിയാക്കുക.